ഓക്കെ. ഞാൻ ഒന്ന് മാവേന്ന് നോക്കട്ടെ. എന്താ നോക്ലിപ്പ് മാവേന്ന് നോക്കട്ടെ. ആ നീ തുടങ്ങിക്കോ. തുടങ്ങിക്കോ. ചേംബർലി ടക്കിംഗ് DRV ഡിഫെൻഡിങ് CCP. ഇല്ല, വരുന്നില്ല. ആ ടൈം ഇപ്പൊ മറ്റേത് ശരിയായി. ഞാൻ നിലത്തിറങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ടീക്സ് പോയി. ആ ശരിയാ, ഞാൻ നിലത്തിറങ്ങിട്ട സ്റ്റാർട്ട് ചെയ്തത്. എനിക്കില്ല, എനിക്കും വരുന്നില്ല. ടൈം പോയതാണ്. സാധനം പോയി കിട്ടി. നീ എയറിൽ തന്നെ ഇരുന്നാ? അല്ല, ഞാൻ നിലത്തായിരുന്നു. ഞാൻ നിലത്തിറങ്ങിയല്ലായിരുന്നു. ഞാനും നിലത്തായിരുന്നു. അപ്പൊ നീ നിലത്ത് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? ആയിരിക്കും. ഇപ്പൊ കറക്റ്റ്. പക്ഷെ കൗണ്ട് കറക്റ്റ് അല്ല. കൗണ്ട് പറ്റല്ല. വീഡിയോ ഒന്നും നോക്കേ, വെളിയിലത്തെ കൗണ്ടൊക്കെ കാണിക്കുന്നത് എല്ലാം. പക്ഷെ ഡിയാവി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. പക്ഷെ ഓക്കെ, അപ്പൊ ZCPയുടെ ഡിഫെൻഡിങ് PD ഇവിടെ ഒന്നല്ലേ? ZCPയുടെ ഡിഫെൻഡിങ് DRV അറ്റാക്കിംഗ് ആണ്. ചേംബർലൈൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മോളിത്തെ കറക്റ്റ് ഇപ്പൊ കാണിക്കാൻ തുടങ്ങി. മൂന്നൊക്കെ കാണിക്കുന്ന കൗണ്ട് നോക്കണ്ട മോളിത്തെ, അത് ശരിയായിട്ടില്ലത്. അത് വർക്കിംഗ് ആയിക്കഴിഞ്ഞാൽ സെറ്റാണ്, നമുക്ക് നല്ല ഉപയോഗപ്പെടുന്നത്. വേറെ 2 വണ്ടി ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. വേറെ ടർഫും ഓർഗനൈസ് ആയിട്ട് കളിക്കാറുണ്ട്. വേറെ കുത്തിച്ച് കളിക്കാറാ ഏറെക്കുറെ. വണ്ടിക്ക് ഇല്ല, വീട്ടടിച്ച് പൊട്ടിച്ചു ഓൾറെഡി. അല്ലെങ്കിൽ സാധനം കുറച്ച് താഴോട്ട് ഇറക്കി വെക്കണം. ഇല്ല, അതടുത്ത് ഓഫ് ചെയ്തിട്ടാൻ പറ്റും. ഈ TX അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് വിട്ടുപോകുന്നില്ല. ഇടക്കിടക്ക് വരുന്നുണ്ടോ? അല്ല, ഇതിപ്പോ ലാസ്റ്റ് അടി നടന്നിട്ട് പറയാനാണ്. പിന്നെ ഇത് ഇടാത്തോടെ ശ്രദ്ധിക്കത്തുമില്ല. പുള്ളി ആശം കൂടി ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്നുണ്ട്. രണ്ടുപേരും വണ്ടിയിൽ കഴിഞ്ഞ ടർഫിന് ഇറങ്ങാൻ പറ്റാത്തതിന്റെ ക്ഷീണം രണ്ടും കൂടെ വാലിയായിട്ട് നിർത്തി കൊടുക്കും. കുത്തിക്കാൻ പോയി, കുത്തിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് കുത്തിച്ചില്ല. വീഡിയോ വണ്ടി വന്നോണ്ട് പിന്നെ കുത്തിച്ചില്ല. വണ്ടി ഇടിച്ച് ഓപ്പൺ ഇട്ട് കൊടുത്തു. തിരിച്ചു വന്നു. അപ്പൊ തന്നെ വന്നു കേട്ടാ. അത് പോയിന്നുണ്ടെങ്കിൽ നൈസായിട്ട് പിന്നെ അവിടെ കിടന്ന്. ഓക്കെ, 24 മിനിറ്റ് ബാക്കി. കൗണ്ട് സെയിം
12 വേഴ്സസ് 12. ആര് ഇതുവരെ ഡൗണും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. എന്നിട്ട് സ്കൂഡ് അങ്ങനെ കത്തി മൊത്തത്തില്. സോൺ ഇട്ടെടുത്തായിരുന്നാ? എന്റെ ഡിസ്കോഡ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക, സംസാരിച്ചോണ്ടിരിക്കട്ടാ. കോഡ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നു, റീസ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അത് ഇടയ്ക്ക് എനിക്ക് വരുന്നതാ. അതിന് മറ്റേ ഇത് ടാസ്ക് മാനേജർ പോയി എനിക്ക് സ്ഥിരം വരുന്ന സാധനം അത്. ഇപ്പൊ ഇടിക്കാൻ ഇൻഫ്ലുവൻസ് പറയുന്നത് ആശ കത്തി, ആശില്ല ഒന്നും കത്തിയാ അങ്ങനെ നോക്കുമ്പോ കറക്റ്റ് ആണ്. ഡിയാവി എല്ലാത്തുണ്ട്. പിന്നെ ഇടയ്ക്ക് പിടി വെളിയിലോട്ട് ഓടിപ്പോയി കളിക്കുന്നുണ്ടായിരുന്നു. ആശും ഇല്ല. ചത്തന്ന് കേട്ടാ ആശും ഭരചന്ദ്രനും അവിടെ പോയിട്ട് അങ്ങ് ഇടിച്ചു നിന്ന്. ഇങ്ങനെ വേണേ പീടി തിരിച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കേണ്ടി വരും. 24 വേറെ വെളിയിൽ പോയില്ല. ശരിയാ, ഞാൻ തിരിച്ച് കേറില്ലെങ്കി കളിക്കണ്ടോ? ആ കേറുന്നില്ല കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇതാ മീൻ വെളി സോണോട്ട് പോയി കളിക്കുന്നുണ്ട്. ഡിയാവ് പക്ഷേ ഒരു മൂലയ്ക്ക് നിൽക്കാം. വിക്ക് പുറത്തോട്ടിറങ്ങി 18 എന്നിട്ടും കുറയുന്നു. ഇപ്പോഴും പീഡിക്കാരും പുറത്തുണ്ടാ? 5, 6, 7, 8, 9, 10 പേരുള്ളൂ പീഡി നിന്റെ അകത്ത്. 8, 9 9 പേര് അല്ല. ഓ ഡിആർ ഇപ്പുറത്ത് കയറി രോഹനും സ്റ്റൈലിനും ഈ എൻഡില് ഭാസ്കറിന്റെ ബാക്കില്. അറിഞ്ഞില്ലെങ്കിൽ മിക്കവാറും ഭാസ്കറിന് പണിയിട്ടു. അതാ 9 22 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കണം. 22 മിനിറ്റ് ഉണ്ടല്ലേ. പീഡിയ ടൈം കളിക്കും. കളിക്കേണ്ടി വരും അങ്ങനെയാണ്. 5 വണ്ടിയിലുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് അനങ്ങാണ്ട്. 3 ജെസിബിയുടെ ആഷ് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഒരാളും കൂടെ അപ്പൊ ആരാ? ഹീറോ DRV. ഇൻഫ്ലുവൻസ് കേറി. അതാ ഇപ്പൊ അവർക്ക് ഓപ്പോസിഷൻ പിടിച്ചെന്നാ മതി അവിടെ. ഓക്കെ, അപ്പോ പീഡി കത്തിപ്പോയതാണ് കേട്ടാ. നേരം ഡൗണൊന്നും ആയിട്ടില്ല. ആരൊക്കെ 2 പേര് കത്തി. അപ്പൊ ഇൻഫ്ലുവൻസ് പറഞ്ഞ് DRVക്ക് ഇൻഫ്ലുവൻസ് കയറി തുടങ്ങിയെന്നല്ല. പീഡന മൊത്തത്തിൽ ഇറങ്ങി. DRVക്ക് ഇപ്പോൾ 6%. ഇനിയിപ്പോൾ പീഡി അറ്റാക്കിങ് കളിക്കണം, എന്നാലേ കിട്ടുള്ളൂ. DRVക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. 7%. അല്ലെങ്കിൽ പോയി ഇപ്പം തന്നെ ആരും പോയി അടിച്ചിടണം. 1-2 ആൾക്കാരെ ഞാൻ അടിച്ചിട്ടാലേ തിരിച്ചു ചേർത്തുള്ളൂ. ഓൾറെഡി 2-3 ആൾക്കാർ കത്തിയെന്ന് തോന്നുന്നുണ്ട്. ഫോൺ കൂട്ടാണ് അതെന്തിന് കോസ്റ്റ്യൂം കയറി. ഇവിടെ ടൈം കളിച്ചില്ലെങ്കിൽ ഇനി കിട്ടത്തില്ല ടർഫ്.
ആര് പോച്ചക്കകത്ത്? ഓ കൊണ്ട് ഒരെണ്ണം കൊണ്ട്. ആകെ കുത്താനുള്ള ചാൻസ് ആ ഭാഗത്ത്. ഓക്കെ 16 മിനിറ്റ് ബാക്കി. സ്പീഡ് 2-3 ആൾക്കാർ കത്തിയിരുന്നു, വന്നത് അറിയില്ല. ഇപ്പോഴും കൗണ്ട് സെയിം 12 vs 12 ആണ്. സ്പീഡിക്ക് അറ്റാക്കിങ് കളിക്കണം. ഇൻഫ്ലുവൻസ് ഓ ആശ കയറുന്നില്ല അവിടെ. DRVക്ക് 53% ഇൻഫ്ലുവൻസ് ആയി തിരിച്ച് കയറിയിട്ട്. അയ്യോ മോളിൽ നിന്ന് കണ്ടു കേട്ടാ റോക്കി. ഭരചന്ദ്രൻ ഓ ബാക്കിൽ നിന്ന് കല്ലുമത്തൻ വന്ന് അതിന് സപ്പോർട്ടിനവിടെ വേറൊരു വണ്ടി വന്ന്. ഓക്കെ ഭരചന്ദ്രൻ ഡൗൺ. പീഡി അങ്ങനെ ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്. 16 മിനിറ്റ് ആയി. 16 മിനിറ്റ് ആയിരുന്നല്ലേ, 16 മിനിറ്റ് ബാക്കിയുള്ളൂ. ഇനി ഓൾറെഡി 30 മിനിറ്റിൻ്റെ അടുത്തേക്ക് തീർന്നു കഴിഞ്ഞ ടൈം. എന്നിട്ടാണ് ഇപ്പോഴൊരു ഫൈറ്റ് നടക്കുന്നത്. പീഡിയുടെ വണ്ടി അവസ്ഥയാണ് അവർക്ക്. ഓ ലീബ്ര അടുത്ത വണ്ടി ഇവിടെ വെപ്പിച്ച് ആടോ സ്വന്തം ടീമിനെ കൊടുന്ന് കയറ്റിയ ഓസ്കറത്തെ വണ്ടിടേക്ക് എടുത്തുണ്ടാവും. ഓ മുറാന് പീഡി മൊത്തം കുത്തിച്ചില്ലേ ഇവിടെ. ഭാസ്കറും ഡൗൺ. ഗോഡ് കീപ്പർ ഡൗൺ ആയിട്ടുണ്ട് കേട്ടാ. മുറാന് ഗോഡ് കീപ്പറിനെ അടിച്ചായിരുന്നു. ഓക്കെ ജിമ്മി ഗോഡ്സിക്ക് ഡൗൺ ആയി. ആഷ് പീഡി 3 പേര് ഇതിൻ്റെ അകത്ത് കിടക്കുന്നു. ഓക്കെ കല്ലുമാത്തൻ അവിടെ ലൂക്ക് ജോണിനെ അടിച്ച് ആദർശ് പിന്നാലെ അടിച്ച് ടിറ്റാക്കിയിട്ടുണ്ട്. ഓടി അവരുടെ വണ്ടി എടുത്തിട്ട് വിട്ട് കേട്ടാ. ഒരുത്തനെ മാത്രം ഇട്ടിട്ട് പോയി അവിടെ. ജാക്ക് കാർലോസ് അവരുടെ വണ്ടിക്ക് ഇവരുടെ അടുത്തോണ്ട് പോയാ. എത്ര ഡൗണായി. വീഡിയം ചെയ്തത് നിങ്ങളുടെ ടീം തന്നെയാണ്. ഗോഡ് കീപ്പറിനെ വീഡിയം ചെയ്തത് അവർ തന്നെയാണ് അല്ലേ? ഒരു ടീം ഒരാളും വന്ന് ഇടിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. 6 പീഡിക്കാർ ഡൗൺ ആയിട്ടുണ്ട്. DRV ഒരാളും. ഓ കല്ലുമത്തിന് ഇറങ്ങി വന്ന് ഇവിടെ കത്ത് റിലോഡാ. ഇവിടെ നമുക്ക് റിലോഡ് ചെയ്യുന്നു. ഓക്കെ കല്ലുമത്തിന് ഡൗണായി. സപ്പോർട്ട് ചെയ്യുന്ന ഓക്കെ ഒരു വിക്കും കൂടെ എടുത്ത് അൾട്രോൺ ലിയോപ്പിപ്പിന് അടിച്ചിട്ടുണ്ട്. അവിടുന്ന് DRV വന്നല്ലേ. ജാക്ക് കാർലോസ് ഫസ്റ്റ് ഓടി അകത്തോട്ട്. കില്ലുവൈസോടെ വണ്ണിച്ചിട്ട് മെറിക്കും സണ്ണി ജോസഫും കൂടെ അവിടെ കയറിയിട്ടുണ്ട്. ഉയ്യോ ദേ കിടക്കുന്നു. ഉയ്യോ വീട് കണ്ടില്ലേ? ആണോ കണ്ട്. സ്റ്റാലിൻ ബാക്കി കൂടെ വന്ന് അയ്യോ കണ്ട്. ഓ എർക്കഡോൺ ഒരു പിടിക്കാനുണ്ട് എൻ്റെ ഇതിൻ്റെ അകത്ത്. ഓക്കെ പുള്ളി ഡൗൺ ആയിട്ടുണ്ട്. നല്ല അടി വരുന്നു കേട്ടോ. അവസാന ടൈം ആയപ്പോൾ അടി വന്നു. പിന്നെ നേരൊന്നും അടിയൊന്നും ഉണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ ഒരു അടിയില്ലാണ്ട് പോയി.
ബാക്കി ഇവർ രണ്ടാളും ഇനി ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഓ അൾട്രോണോടൊന്ന് കയറി. ഓക്കെ അൾട്രോൺ പിക്ക് എടുത്തിടാ. ആദർശം അടിച്ച് ഒന്ന് ആർമറില്ല. ഓ ബാക്കിൽ ശങ്കരൻ എല്ലാരും കൂടി കയറി അടിക്കും. ഓക്കെ പിക്ക് എടുത്ത് ജക്കാർലോസ് ശങ്കരൻ അടിച്ച്. ഓ എല്ലായിടത്തും വളഞ്ഞേട്ടാ. ഐ തിങ്ക് ഹോൾഡ് ഓൺ ആയി പീടി. പക്ഷെ നന്നായി കളിച്ചാലും പക്ഷേ ഇത് അധികം ടൈം കളയാണ്ട് പക്ഷേ ഇത് അതാണ്ട് ഇങ്ങനെയല്ല കഴിഞ്ഞല്ലേ. ലാസ്റ്റില് പിക്ക് എടുത്താൽ ആ നല്ലൊരു കളിച്ചു. ചേമ്പറിനെ നല്ലത്. വണ്ടി ഇവിടെ നോട്ടെന്നിട്ട് ഈ വെടിക്കട്ടില്ല. ഒരെണ്ണം മറിഞ്ഞെടുക്കുന്നു. ഞാൻ ഒന്നും കളഞ്ഞു. അപ്പൊ ജിജി നല്ല കളിയായിരുന്നു. ജിജിസ്.